മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവ്. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി. പ്രതി വിചാരണ നേരിടണം, കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കും. ശ്രീറാം വെങ്കിട്ടരാമന്റെ വാദം തള്ളിയാണ് കോടതി കുറ്റം ചുമത്തിയത്. പ്രതി വിചാരണ നേരിടണമെന്നും കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ നൽകിയ റിവിഷൻ ഹർജി നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു. കേസിൽ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ പുനഃസ്ഥാപിച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിച്ചത്. നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്നത് വിചാരണയിലാണ് വ്യക്തമാക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവച്ചത്. ഇതോടെയാണ് നരഹത്യ കുറ്റത്തിന് ശ്രീറാം വെങ്കിട്ടരാമൻ വിചാരണ നേരിടാൻ സാഹചര്യമൊരുങ്ങിയത്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശ്രീറാം വെങ്കിട്ടരാമനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതി കുറ്റം നിഷേധിച്ചു. തുടർന്ന് ജഡ്ജി കെ.പി. അനിൽകുമാറാണ് പ്രതിക്ക് മേൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടത്. ശ്രീറാം തുടർച്ചയായി ഹാജരാകാതിരുന്നതിനാൽ കുറ്റപത്രം വായിക്കുന്നത് പലതവണ കോടതി മാറ്റിവച്ചിരുന്നു. കഴിഞ്ഞ തവണ പ്രതിയെ വാക്കാൽ ശാസിച്ച കോടതി നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീറാം കോടതിയിൽ നേരിട്ടെത്തിയത്. കേസ് അടുത്ത മാസം 6-ന് വീണ്ടും പരിഗണിക്കും. വിചാരണ വേഗത്തിലാക്കാൻ പ്രോസിക്യൂഷൻ ഭാഗത്തിനും പ്രതിഭാഗത്തിനും കൂടുതൽ തെളിവ് രേഖകളുണ്ടെങ്കിൽ അടുത്ത മാസം 6-നകം ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. 2019 ഓഗസ്റ്റ് 3-ന് പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് കെ.എം. ബഷീർ കൊല്ലപ്പെട്ടത്. 2-ാം പ്രതി വഫ ഫിറോസിനെ നേരത്തെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരണമെന്ന് CPM. പോരാളി ഷാജിയാണോ ഇടതുപക്ഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. ഒരു ദിവസം എന്നെ ഒരു പത്രത്തിന്റെ പ്രതിനിധി വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതായി ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമ്മാതിരിയുടെ ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിന്റെ ഈ ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ. പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ടിലെ പരാമർശം പ്രചരിപ്പിക്കാനല്ല KK ശ്രമിച്ചതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പരാമർശം നാടിന് ആപത്താണെന്ന് പറയുകയായിരുന്നു. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, നാടിനെ തകർക്കാനുള്ളതല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ഷെയർ ചെയ്തത്, എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മിണ്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ
മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. ഉത്തരാഖണ്ഡിലെ സിംഗ് നഗറിലാണ് ക്രൂരപീഡനം നടന്നത്. കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം കടുപ്പിച്ച ഡോക്ടർമാർ IMA നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൽ മെഡിക്കൽ കോളേജിലെ 5 ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തു. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ്. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 1 ഹരിയാനയിലും വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 4 നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ ദേശീയ പുരസ്കാര നിറവിൽ മലയാളം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 3 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആട്ടമാണ് മികച്ച ചലച്ചിത്രം. മികച്ച എഡിറ്റിംഗിനും തിരക്കഥയ്ക്കുമാണ് അവാർഡുകൾ. പ്രാദേശിക വിഭാഗത്തിൽ സൗദി വെള്ളയ്ക്കാണ് മലയാളത്തിലെ മികച്ച ചലച്ചിത്രം. പൊന്നിയിൻ സെൽവൻ തമിഴിലും KGF 2 കന്നഡയിലും മികച്ച ചിത്രങ്ങളായി. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാനാണ്. മികച്ച സംഗീത സംവിധായകൻ പ്രീതമാണ്. സൗദി വെള്ളക്കയിലെ മനോഹര ഗാനാലാപനത്തിന് ബോംബെ ജയശ്രീ മികച്ച ഗായികയായി. Feature film in the whole thing has been a Malayalam film called Attam. The best Malayalam film is Saudi Velaka, which is Saudi baby coconut CC225209. That's the name. Producers Urvashi Theatres and directors Tarun Murthy. The best editing goes to a Malayalam film called Attam, The Ploy. The editor is Mahesh Bhuvanam. Best screenplay writer is Attam, the Malayalam film Attam, from the Anand Ekarashi, and dialogue writer is Gulmohar. Best female playback singer is Saudi Velaka CC225209. Malayalam film, the singer is Bombay Jayashree. The best child artist is in the film Malika Poonam. The child artist is Sripath, who receives this honor. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തെന്നിന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഋഷഭ് ഷെട്ടിയെക്കുറിച്ചാണ്. കാന്താര എന്ന സിനിമ തൻ്റെ ഒറ്റ ഷോൾഡർ കൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രമായി ഋഷഭ് ഷെട്ടിയുടേത് മാറി. കന്നഡ സിനിമാ ലോകം KGFൽ മാത്രമായി ഒതുങ്ങി നിന്നപ്പോൾ കാന്താര എന്ന പേരും കൂടി എഴുതി ചേർക്കപ്പെട്ടു. അവസാന ലാപ്പിൽ കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിയും കഠിനമായി പരിശ്രമിച്ചപ്പോഴും ഋഷഭ് ഷെട്ടി അവാർഡ് വാരിക്കൂട്ടുകയായിരുന്നു. മികച്ച നടിയായി നിത്യ മേനോൻ തിരുച്ചിത്രമ്പലത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും ഞെട്ടിച്ചു. ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാള ചിത്രമായ ആട്ടത്തെക്കുറിച്ചാണ്. 3 അവാർഡുകളാണ് ആട്ടം എന്ന സിനിമ സ്വന്തമാക്കിയത്. മികച്ച ചിത്രമായ ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച തിരക്കഥയും ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന സിനിമ നേടുകയും ചെയ്തു. മികച്ച എഡിറ്റിംഗും ആട്ടം എന്ന സിനിമയ്ക്കായിരുന്നു. മികച്ച മലയാള ചിത്രമായി സൗദി വെള്ളയ്ക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയായി ബോംബെ ജയശ്രീ സൗദി വെള്ളക്കയിലൂടെ അവാർഡ് നേടി. മികച്ച തെലുങ്ക് ചിത്രമായി കാർത്തികേയ 2 നേടിയപ്പോൾ മികച്ച കന്നഡ ചിത്രമായി KGF 2 മാറി. മികച്ച തമിഴ് ചിത്രമായി പൊന്നിയിൻ സെൽവൻ മദ്രാസ് ടാക്കീസിന്റെ ബാനറിൽ മണിരത്നം സംവിധാനം ചെയ്യുകയും ചെയ്തു. മികച്ച നൃത്ത സംവിധാനത്തിനും തിരുച്ചിത്രമ്പലത്തിന് അവാർഡുണ്ട്. മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് അൻപറിവ് മാസ്റ്റേഴ്സിന്റെ KGF എന്ന ചിത്രത്തിലൂടെ നേടുകയും ചെയ്തു. മികച്ച ബാലതാരമായി ശ്രീപത്ത് മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചതുപോലെ തന്നെ ജൂറിയെയും ഞെട്ടിച്ചു. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിന് AR റഹ്മാന് അവാർഡ് കിട്ടി. 6ാമത്തെ നാഷണൽ അവാർഡാണ് AR റഹ്മാൻ സ്വന്തമാക്കുന്നത്. ബ്രഹ്മാസ്ത്ര എന്ന സിനിമയിലൂടെ മികച്ച ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം പ്രീതവും സ്വന്തമാക്കി. വീണ്ടും ഒരു ദേശീയ അവാർഡ് കൂടി മാറുമ്പോഴേക്കും മലയാള സിനിമയ്ക്കും തെന്നിന്ത്യൻ സിനിമയ്ക്കും ഒരു വലിയ നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ അവാർഡും മാറുന്നത്. അടുത്ത വർഷത്തേക്ക് ഇതുപോലെ തന്നെ ഒരു മുന്നേറ്റം തെന്നിന്ത്യൻ സിനിമയ്ക്കും നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ആട്ടത്തിൽ ലഭിച്ച പുരസ്കാര നേട്ടത്തിൽ അഭിമാനമെന്ന് സംവിധായകൻ ആനന്ദ് ഏകർഷി പറഞ്ഞു.
ഒരു വിജയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു കൂട്ടായ സ്വപ്നമായതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് സംഭവിക്കാം. നമുക്ക് ആഗ്രഹിക്കാവുന്നതിനും അപ്പുറത്താണല്ലോ ഇതൊക്കെ. അപ്പോൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആട്ടം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊരു കാര്യം വെച്ചാൽ ആട്ടത്തിന് ഒരു പക്ഷേ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതായത് ഇത് എസ്തെറ്റിക്കലി അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽസിനും അപ്പീൽ ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ ഇറങ്ങിയാൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുകയും ചെയ്യും. OTTയിൽ ഇറങ്ങിയാലും അത് ആളുകൾക്ക് ഒരേ സമയം എൻഗേജിങ്ങും ഒരേ സമയം തോട്ട്ഫുള്ളും റിഫ്ലക്റ്റീവും ആകാൻ സാധ്യതയുണ്ട് ഈ സിനിമ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളൊന്നും എയിം ചെയ്തിട്ടില്ല. ഒരു നല്ല സിനിമ, വളരെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സത്യസന്ധമായ ഒരു സിനിമ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. യെസ്. മാളികപ്പുറം സിനിമയുടെ മുഴുവൻ ടീമിനുമുള്ള അംഗീകാരമാണിതെന്ന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ ശ്രീപദ് ന്യൂസ് 18നോട് പറഞ്ഞു. അവാർഡ് അപ്രതീക്ഷിതമായിരുന്നുവെന്നും അതിയായ സന്തോഷമുണ്ടെന്നും ശ്രീപദ് പറഞ്ഞു. എനിക്ക് കിട്ടിയത് ഇത് എനിക്ക് മാത്രമല്ല ഫുള്ള് എന്ന് പറഞ്ഞാൽ മാളികപ്പുറം ടീം ഫുള്ളിനുള്ളൊരു അവാർഡ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാനും അമ്മയും കൂടെ വെറുതെ ഇരുന്ന സിനിമ കാണുമായിരുന്നു. ആ ടൈമില് പെട്ടെന്ന് അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആദ്യം ഞെട്ടി, പിന്നെ പ്രാങ്ക് ആണെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് വാർത്ത വെറുതെ വെച്ച് നോക്കുമ്പോ എന്റെ പിക്ചർ അടക്കം വന്നു. എന്നെ സന്തോഷമായി, ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. മികച്ച നടനും സംവിധായകനും ഉൾപ്പെടെ അവാർഡുകൾ വാരിക്കൂട്ടി സംസ്ഥാന അവാർഡിൽ ആടുജീവിതത്തിലെ നജീബിനെ അനശ്വരമാക്കിയ പൃഥ്വിരാജ് സുകുമാരനാണ് മികച്ച നടൻ. ഉള്ളൊഴുക്കിലെയും തടവിലെയും അഭിനയങ്ങൾക്ക് ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച സംവിധായകൻ ബ്ലസ്സി, ചിത്രം ആടുജീവിതം, 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ, ചിത്രം ആടുജീവിതം, 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്രം കാതൽ, സംവിധായകൻ ജിയോ ബേബി, നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി. നിർമ്മാതാവിന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആടുജീവിതത്തിന് 9 അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമെന്ന് സംവിധായകൻ ബ്ലസ്സി. ചിത്രത്തിലെ ഗാനങ്ങൾ അംഗീകരിക്കപ്പെടാത്തതിൽ വിഷമമുണ്ടെന്നും ബ്ലസ്സി പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് പ്രത്യേകിച്ച് മുഖ്യമായ സംവിധാനം, അഭിനയം, തിരക്കഥ, ക്യാമറ, സൗണ്ട്, ഇങ്ങനെയുള്ള മുഖ്യമായ മേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ സിനിമയ്ക്ക് ലഭിച്ചു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകർ സ്വീകരിച്ച ആടുജീവിതത്തെ ഇപ്പോൾ ജൂറിയും അംഗീകരിച്ചതായി നോവലിസ്റ്റ് ബെന്യാമീൻ. ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ചില മേഖലകളിൽ അവാർഡ് ലഭിക്കാത്തതിൽ സംവിധായകൻ ബ്ലസ്സി പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്നാൽ ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്നും ബെന്യാമീൻ പറഞ്ഞു. വളരെ സന്തോഷം. ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി സാറ് സംവിധാനം ചെയ്ത സിനിമ ഇത്രയധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയം നിറഞ്ഞു കവിയാണ്. കാരണം ബ്ലസ്സി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങൾ ഓരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നീണ്ട 16 വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി, വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമാ പ്രവർത്തകരുടെ, സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ, ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ആടുജീവിതത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് നജീബും പ്രതികരിച്ചു. ഹലോ, നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടുന്നതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകം മൊത്തം വീണ്ടും ഈ ആടുജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നും അഭിനയിച്ച പൃഥ്വിരാജിനും ബ്ലസ്സി സാറിനും മറ്റുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കാരണം ലോകം മൊത്തം ഇപ്പം സിനിമ ഇറങ്ങിയാൽ പിന്നെ ലോകം മൊത്തം അറിയും. ഇപ്പോൾ ഈ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ ലോകം മൊത്തം വീണ്ടും ആടുജീവിതത്തെക്കുറിച്ച് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്.
ഇത്രയും ഞാൻ അന്ന് അനുഭവിച്ച കാര്യത്തെപ്പറ്റി ഇത്രയും ലോകം മൊത്തം അറിയാൻ സാധിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട്. പുരസ്കാര നേട്ടം സിനിമയ്ക്ക് വേണ്ടി തന്നെ കാത്തിരുന്ന ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോയ്ക്ക് സമർപ്പിക്കുന്നതായി മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഉർവശി പറഞ്ഞു. കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെന്നും അഭിനയിക്കുമ്പോൾ അവാർഡിനെ പറ്റി ചിന്തിച്ചിരുന്നില്ലെന്നും ഉർവശി പറഞ്ഞു. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറില്ല. ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ്. പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിന്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ്, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെ. അത് വലിയ സന്തോഷമുണ്ട്. ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം അരയ്ക്കൊപ്പം വെള്ളം, രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ ഒരു 7 മണി 7:30 വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വേണം റൂമിൽ പോകാൻ. അപ്പം എൻ്റെ കാലൊക്കെ കുറെ കറുത്തു പോയി ഇപ്പോഴും. പിന്നെ എന്താ പറയുക വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടറോട്. പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ്. അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോട് ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട്. കാരണം റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി മാത്രമല്ലല്ലോ എന്നുള്ളത് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെക്കാട്ടി ഇളയതാണ്, എൻ്റെ അനിയനെ പോലെയാണ്. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ഒക്കെ ചൂടായിട്ടുണ്ട്. എനിക്ക് ആർക്കും അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റോ, വെരി സോറി ക്രിസ്റ്റോ. ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീലിൽ സ്റ്റേ ഇല്ല. നടി രഞ്ജിനി നൽകിയ അപ്പീലിൽ സ്റ്റേ നൽകാൻ വിസമ്മതിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. രഞ്ജിനി നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വാദം കേൾക്കും. രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കുമോ എന്നതിൽ ആണ് വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും തള്ളി. സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു. ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് ഇരിങ്ങാലക്കുട പോലീസ് നടപടി സ്വീകരിച്ചത്. വഞ്ചനാക്കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളെയും കേസിൽ പ്രതിയേർത്തു. തണ്ടർ ഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനത്തിന്റെ ഡയറക്ടറാക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാരോപിച്ച് നൽകിയ പരാതിയിലാണ് കേസ്. മാസം 10 ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്ന ഉറപ്പിലാണ് ഈ തുക നൽകിയതെന്നും എന്നാൽ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയില്ലെന്നും നൽകിയ പണം തിരികെ ലഭിച്ചില്ലെന്നുമാണ് പരാതി. പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് മേജർ രവിക്കെതിരെയും മറ്റും കേസെടുത്തത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചു. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവെക്കാതെയാണ് ചാലിയാറിന്റെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്ന് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇനി 118 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. എന്തായാലും അതിന്റെ തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തിരച്ചിലുള്ളത്. അതായത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും ഭാഗികമായി മാത്രമുള്ള തിരച്ചിലാണുള്ളത്. അതേസമയം പരപ്പൻപാറയും അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളുടെ ഒരു ഭാഗങ്ങളിലുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷേ ഇവിടെയാണ് ഉണ്ടാവുക. കാരണം ഇവിടെ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ഈ ചാലിയാറിലൂടെ ഒഴുകിപ്പോയത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലാണ് കൃത്യമായ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഭാഗികമായുള്ള തെരച്ചിലാണ്. കാരണം ഇനി മണ്ണിനടിയിൽ അധികം ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എന്തായാലും അധികൃതർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല കഴിഞ്ഞ തെരച്ചിലുകളിലെല്ലാം തന്നെ നിലമ്പൂർ അതായത് ചാലിയാറിന്റെ ഒരു ഭാഗവും നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളും നിലമ്പൂർ വനത്തിലുമൊക്കെ ആയിട്ടാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തെരച്ചിൽ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ ആളുകളെ അതായത് ഈ വീടും മറ്റും നഷ്ടപ്പെട്ട ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായ പുനരധിവാസം ഒരുക്കുന്നതിനുള്ള നടപടി ജില്ലാ ഭരണകൂടം വളരെ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ വീടുകൾ കണ്ടെത്തുന്നതിന് 6000 രൂപ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തുന്നതിന് 4 പഞ്ചായത്തുകൾ, പ്രധാനമായും 4 പഞ്ചായത്തുകളാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന
വീടുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾക്കുള്ള അവരുടെ രേഖകളും മറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വലിയ നാശനഷ്ടമുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ 4 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമിതി അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ എന്തായാലും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും നടക്കുന്നത്. എന്തായാലും ഇനിയും 118 ആളുകളെ കണ്ടെത്താനുള്ളത് കൊണ്ട് തന്നെ തെരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം. പ്രകൃതി ദുരന്തം തകർത്ത വയനാടിന്റെ പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി. എല്ലാവരെയും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ കൃത്യത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജോയി മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ കടുത്ത നടപടി സ്വീകരിച്ചുവെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യമെറിയുന്നതിനും കുറവില്ല. റെയിൽവേ ടണലിലും തോടിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോരിയിട്ട മാലിന്യമഴ നീക്കം ചെയ്യാൻ പോലും റെയിൽവേക്കും സാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പവർ ഹൗസ് സമീപമുള്ള കവാടത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഈ എന്റെ പുറകിൽ കാണുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അതായത് ജോയ് വീണ ടണലിന്റെ മറുവശം. ഇവിടെയും അന്ന് വലിയ രീതിയിൽ മാലിന്യ നീക്കം നടത്തിയതാണ്. ജോയിയെ കണ്ടെത്താനായി, രക്ഷിക്കാനായി മാലിന്യ നീക്കം നടത്തിയത്. ഇപ്പോഴും അവിടേക്ക് മാലിന്യങ്ങൾ ഒഴുകി വന്ന് കിടപ്പുണ്ട്. അതുമാത്രമല്ല കാണേണ്ടത്, അന്ന് വലിയ രീതിയിലുള്ള മാലിന്യ മല തന്നെ ഈ ടണലിലുണ്ടായിരുന്നു, വെള്ളത്തിലുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേയുടെ പവർ ഹൗസ് ഗേറ്റ് വഴി വരുന്ന ആളുകൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നതിനും തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ജോയി വീണ ആമയിഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്താണ്, തമ്പാനൂരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാകാം ഒരുപക്ഷെ ഈ വശത്ത് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒഴുകി വന്ന് നഗരവാസികൾ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ഈ മാലിന്യങ്ങൾ കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ബാരിക്കേഡ് തടഞ്ഞു നിർത്തുന്നു. ഫുട്ബോളുകൾ, ആളുകൾ കുട്ടികളൊക്കെ കളിച്ച് എറിയുന്ന പഴയ ഫുട്ബോളുകളൊക്കെ ആകാം, ആ ഫുട്ബോളുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം. നഗരസഭയും പോലീസുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വലിയ ജാഗ്രതയോട് രാത്രികാല പരിശോധന അടക്കം നടത്തുമ്പോഴും അതൊന്നും ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോഴും മാലിന്യങ്ങൾ അതേപടി ഉപേക്ഷിക്കപ്പെടുന്നു, ചാക്കുകൾ കെട്ടി ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പാറ്റൂർ ഭാഗത്തെ അവസ്ഥയാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോരുന്നത്, അത് അതേപടി ഇവിടെ ഇപ്പോഴും. ഇത് നഗരസഭ ഈ മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഒരിടത്ത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തു മാറ്റാനായി തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ. നേരത്തെ ജോയ് മരിച്ചതിന്റെ അടുത്ത ദിവസം, ജോയ് വെള്ളത്തിൽ പോയതിന്റെ അടുത്ത ദിവസം നമ്മൾ വാർത്താ റിപ്പോർട്ടിനോട് എത്തുമ്പോൾ കണ്ട അതേ കാഴ്ച ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ ചാക്കുകെട്ടുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നമുക്ക് കാണാനാകും. വലിയ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോട്ടിലേക്ക് ഇപ്പോഴും വലിച്ചെറിയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
ആമയിഴഞ്ചാൻ തോട് കണ്ണമ്മൂലയിൽ നിന്നൊഴുകി നെല്ലിക്കുഴി വഴി അണമുഖം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. വലിയ രീതിയിൽ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴുകി വരുന്ന ഇവിടെ വ്യക്തമായി നമുക്ക് കാണാനാകും. ഇങ്ങനെ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭയും പോലീസും ഒക്കെ കർശന നിലപാടെടുക്കുമ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന ധാരണയോടുകൂടി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ധാരണയോടുകൂടി മിടുക്കരായി തലസ്ഥാനവാസികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ജന്മനാടിന്റെ സ്വീകരണത്തിലും ആദരവിലും സന്തോഷമെന്ന് PR ശ്രീജേഷ്. തനിക്ക് കിട്ടുന്ന അംഗീകാരം വളർന്നു വരുന്ന യുവതാരങ്ങൾക്ക് പ്രയോജനമാണ്. കേരളത്തിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അത് ആവശ്യപ്പെടും. ഓരോ ജില്ലയിലും ഓരോ ഹോക്കി ടർഫെങ്കിലും വേണം. തന്നെ ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമെന്ന് ഹോക്കി ഇന്ത്യ വിശേഷിപ്പിച്ചത് സ്വപ്നതുല്യമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമായും